ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ എന്നെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന സഹചരെ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ആളുകളോട് ദൈവത്തിൻ്റെ വചനം പറയുക എന്നുള്ളതായിരിക്കാൻ ഇന്ന് ഞാൻ അതീവ സന്തോഷത്തോടെ നാനാഭാഗങ്ങളിൽ ചിതറിപ്പാർത്ത് ദൈവത്തിൻ്റെ വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വചനം പകരാനൊരുങ്ങുകയാണ്. എൻ്റെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവത്തിന് സകല മഹത്വവും സകല പുകഴ്ചയും സകല ആരാധനയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ യേശുവിനെക്കുറിച്ച് ഒരു ചെറിയ സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 37-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കാം. പീലാത്തോസ് യേശുവിനോട്, എന്നാൽ നീ രാജാവ് തന്നെയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവനെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്നുത്തരം പറഞ്ഞു. സത്യതൽപരനായവരെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു. യേശുക്രിസ്തുവിനെ പീലാത്തോസ് വിസ്തരിക്കുകയാണ്. കർത്താവിൻ്റെ ഐഹിക ജീവിതത്തിൻ്റെ അവസാന വേളയിൽ യഹൂദന്മാർ യേശുവിനെ റോമൻ സർക്കാരിനും യഹൂദ മതത്തിനും വിരോധമായി പ്രവർത്തിക്കുന്നവനെന്നും ആളെക്കൂട്ടി പുതിയൊരു രാജ്യം സ്ഥാപിച്ച് അതിൻ്റെ രാജാവായിരുന്നു വാഴുവാൻ വ്യാമോഹിക്കുന്നവനാണെന്നുമുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് റോമൻ സർക്കാരിന് മുമ്പിലേക്ക് ആ കുറ്റാരോപിതനായി കർത്താവിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ക്രിസ്തുവിൽ ചാർത്തിയിരിക്കുന്ന കുറ്റം, അവൻ രാജാവാണ്. കൈസരെ മറച്ചിട്ടിട്ട് രാജ്യം കൈയടക്കം ചെയ്യാനും ഈ രാജ്യത്തിൽ നിന്നുകൊണ്ടൊരു കൂട്ടം ആളുകളെ സംഘടിപ്പിച്ച് ഇതിനകത്ത് പുതിയൊരു രാജ്യത്തെ വിഭാവന ചെയ്തുകൊണ്ട് അത് ഭരിക്കാനും വേണ്ടി കൊതിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് യേശു എന്ന് വരുത്തി തീർത്തുകൊണ്ട് അങ്ങനെ പീലാത്തോസിനെ ബോധിപ്പിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ പീലാത്തോസ് വിസ്തരിക്കാൻ ഒരുങ്ങുന്നു. വിസ്താരത്തിൻ്റെ വേളയിൽ കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നീ രാജാവ് തന്നെയാണോ? നീ രാജാവാണോ? ഒരു കുറ്റവാളിയെ കൊണ്ടുവന്ന് വിസ്തരിക്കുമ്പോൾ രാജാവാണോ എന്നൊക്കെ ചോദിക്കുന്നത് കളിയാക്കി ചോദിക്കുന്ന ചോദ്യമല്ല. പീലാത്തോസ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനല്ല, ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയം അറിയാവുന്നവനാണ്. പിന്നെ അങ്ങനെ ചോദിക്കാൻ കാരണം അസാധാരണ സമ്മർദ്ദവും അസാധാരണ കള്ളപ്രചരണവുമാണ് ക്രിസ്തുവിനെതിരെ സംഭവിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനോട് ചോദ്യത്തിന് രത്നച്ചുരുക്കം പറഞ്ഞാൽ യേശു നിഷേധിച്ചില്ല. ഞാൻ രാജാവ് തന്നെയാണ്, ഞാൻ രാജാവ് തന്നെയാണ്. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത്. സത്യതൽപരനായവനെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു, അല്ലെങ്കിൽ എൻ്റെ വാക്ക് കേൾക്കുന്നു. 3 കാര്യങ്ങൾ ആ വാക്യത്തിനകത്ത് പറഞ്ഞു. ഒന്ന്, ഞാൻ രാജാവ് തന്നെയാണ്. സത്യമല്ലേ? യേശു ഉണ്ടാക്കി പറഞ്ഞതല്ല. യേശു രാജാവാണ്. രാജാക്കന്മാരെ വാഴിക്കുന്ന രാജാവാണ്. ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണവൻ. ഈ ലോകത്തിൽ ആര് ഭരിക്കണം, ആരധികാരത്തിലിരിക്കണം, എത്ര നാൾ അധികാരത്തിലിരിക്കണം, ഇതൊക്കെ നിശ്ചയിക്കുന്നത് വോട്ട് ചെയ്യുന്നവരല്ല, ആയുസ്സും ആരോഗ്യവുമല്ല, സ്വർഗത്തിലിരിക്കുന്നവനാണ്. അതിൻ്റെ പ്രധാനിയാണ് കർത്താവായ യേശു. ചില്ലറക്കാരനല്ല. യേശു രാജാതിരാജാവാണ്. യേശു ഈ ലോകത്തിൽ വന്നത് എന്തിനാണെന്ന് പീലാത്തോസിനോട് ഈ കോടതിക്കകത്ത് വെച്ച് പറഞ്ഞു. യേശു ലോകത്തിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ട 10 ഉദ്ദേശങ്ങൾ ഞാൻ പരസ്യ സ്ഥലങ്ങളിൽ, കൺവെൻഷൻ വേദികളിൽ പ്രസംഗിക്കാറുണ്ട്. അതിലൊരു ഉദ്ദേശമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സത്യത്തിന് സാക്ഷി നിൽക്കാൻ വേണ്ടി യേശുക്രിസ്തു ലോകത്തിൽ വന്നു. ഗംഭീരമായൊരു മറുപടിയാണ് കേട്ടോ അതും ഞാനിവിടെ മാറ്റിവെക്കാം. 3-ാമത്തതാണ്, ഇന്ന് നമ്മൾ ലളിതസുന്ദര ചിന്തയ്ക്ക് വേണ്ടി, നമ്മെ തന്നെ കാണാൻ വേണ്ടി, നമ്മുടെ നാളുകളുടെ അനുഗ്രഹത്തിന് വേണ്ടി എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിപ്രകാരമാണ്. യേശു പറയുന്നു, സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്നുത്തരം പറഞ്ഞു. സത്യതൽപരർ. ഈ ലോകത്തിലെ ആളുകളെ ഈ ലോകം പല വിധത്തിൽ തിരിച്ചിട്ടുണ്ട്. ആണും പെണ്ണുമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചുള്ളൂ. പക്ഷേ ജാതീയ വ്യവസ്ഥയിലും
കുലം, കുടുംബം എന്നതിൻ്റെ വ്യവസ്ഥയിലൊക്കെ വർഗവർണ്ണ വ്യത്യാസത്തോടുകൂടെ ഈ ലോകം നിർഭാഗ്യകരമായി മനുഷ്യനെ വകതിരിച്ചു. സവർണ മേധാവിത്വവും അതിനോടനുബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളുകളായിരിക്കാം എന്നെ കേൾക്കുന്നവർ ചിലരെങ്കിലും. ജാതീയ വ്യവസ്ഥ അതൊക്കെ ഇവിടെ വേർതിരിച്ചു. പക്ഷെ ബൈബിൾ അതിനെ നഖശിഖാന്തം എതിർക്കുന്നു. മനുഷ്യനെ ജാതിയുടെയോ മതത്തിൻ്റെയോ തൊലിയുടെ കളറിൻ്റെയോ ജോലിയുടെയോ ഒന്നും അടിസ്ഥാനത്തിനകത്ത് വേർതിരിച്ച് ചൂണ്ടിക്കാണിക്കാൻ, അങ്ങനെ വകതിരിക്കാൻ ബൈബിൾ താല്പര്യം കാണിക്കുന്നില്ലാത്തൊരു പുസ്തകമാണ്. ദൈവം അതിന് താല്പര്യമല്ല, അതുകൊണ്ട് ബൈബിൾ അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. എന്നാൽ മനുഷ്യ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി വിശുദ്ധ ബൈബിൾ ആളുകളെ തിരിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധേയമായിരിക്കുന്ന ചിന്തയാണ്. നിങ്ങൾ ആ കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട്, എക്സ്പെഷ്യലി കർത്തൃദാസന്മാർ പരസ്യമായി ആളുകളോട് സുവിശേഷം പറയുകയും നാൽക്കവലകളിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ വിഷയം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം കേട്ടോ. ആളുകളെ ബൈബിൾ വകതിരിച്ചിരിക്കുന്നത് അവരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ്. ദുഷ്ടന്മാർ എന്നൊരു കാറ്റഗറിയുണ്ട്, പാപികൾ എന്നൊരു കാറ്റഗറിയുണ്ട്, അധർമ്മികൾ, അങ്ങനെ ഓരോ വാക്കുകൾ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സുഖിയന്മാർ എന്ന് ബൈബിൾ പറയുന്നില്ലേ? അത് ഏതെങ്കിലും വീട്ടിൽ ജനിച്ചതുകൊണ്ടോ രാജാവിൻ്റെ മോനായി ജനിച്ചതുകൊണ്ടൊന്നുമല്ല, വലിയൊരാളുടെ ഭാര്യ ആയതുകൊണ്ടുമല്ല. അതൊക്കെ സ്വഭാവം. മനുഷ്യൻ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വഭാവ രൂപീകരണം സംഭവിക്കുന്നത്. ഇവിടെ സ്വഭാവം കൊണ്ട് ദൈവം തമ്പുരാൻ ഇവിടെ ഒരു കൂട്ടരെ പറയുകയാണ് സത്യതൽപരർ. സത്യതൽപരർ എന്ന് പറയുന്നത് പ്രത്യേക ഒരു വിഭാഗത്തിൽ ജനിച്ചതുകൊണ്ടോ ആരോടും മിണ്ടാതെ വാ മൂടിക്കെട്ടി നടക്കുന്നത് കൊണ്ടൊന്നുമല്ല, മനസ്സിനകത്താണ്. ഇതൊരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. ഞാൻ എന്തിനാണ് താല്പര്യം കാണിക്കുന്നത്? എന്തിനാണ് താല്പര്യം കാണിക്കുന്നത്? എൻ്റെ താല്പര്യം എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. ചേട്ടനെ കൊന്നിട്ടാണെങ്കിൽ അവൻ്റെ വീതം തട്ടിയെടുത്തിട്ടാണെങ്കിൽ എനിക്ക് മെച്ചപ്പെട്ട സ്ഥലത്ത് എൻ്റെ കാര്യം നടക്കണം. അവൻ കാട്ടിൽ പോയി കിടന്നാലും വേണ്ടില്ല. ഇതൊക്കെ ഒരു സത്യതൽപരൻ്റെ മനസ്ഥിതിയല്ല. സത്യതൽപരർ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സ്വഭാവം കൊണ്ട് നമ്മൾ ആരെങ്കിലും ആയി മാറുമെന്നുള്ളത് അതാരും മുദ്ര ചാർത്തണ്ട, ചാപ്പ കുത്തണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കി, സ്വഭാവം കൊണ്ട് വിശുദ്ധർ, അശുദ്ധർ, പാപികൾ, അധർമ്മികൾ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ആരാണ്ടും പേര് ചാർത്തിയത് കൊണ്ടല്ല, നാട്ടുകാർ കൂക്കി വിളിച്ചത് കൊണ്ടല്ല. പിന്നെ എന്താ? നമ്മൾ ചെയ്യുന്ന ക്രിയ കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി കൊണ്ടും നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടൊക്കെ ആൾക്കാർ നമ്മുടെ സ്വഭാവം കൊണ്ട് ആളെ തിരിച്ചറിയുന്നത്. യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ പറഞ്ഞു, അവൻ്റെ പൊക്കം നോക്കിയോ, മുടി ചുരുണ്ടിരിക്കുന്ന നോക്കിയോ, കണ്ണ് കുഴിഞ്ഞിരിക്കുന്ന നോക്കിയോ, മൂക്ക് നീണ്ടിരിക്കുന്ന നോക്കിയോ, മുഖം പതിഞ്ഞിരിക്കുന്ന നോക്കിയോ, ഗോതമ്പിൻ്റെ കളറോ കരിയോലിൻ്റെ കളറോ തൊലിയുടെ പുറത്തെ കളറോ നോക്കിയിട്ടല്ല, വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം എന്നൊരു വാക്ക് യേശു പറഞ്ഞില്ലേ? അത് മാവും പ്ലാവും നോക്കിയിട്ട് പറഞ്ഞതല്ല, മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർത്തോളണം, ആരും അറിയാതെ നമ്മൾ ഏതെങ്കിലും വകുപ്പിൽ പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നാം ആരും അറിയാതെ നമ്മൾ ഏതോ ഒരു കാറ്റഗറിയിൽ പെടുന്നുണ്ട്. സൂക്ഷിച്ചോളണം. ഏതിൽ പെടുമെന്നുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പറയുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. അത്യുന്നതനായ ദൈവത്തിനെ അഗ്നിസ്ഫുരിക്കുന്ന കണ്ണുകൾക്ക് മുമ്പിൽ ഞാൻ ഏത് വകുപ്പിൽപ്പെടും? ഇവിടെ യേശു പറയുന്നു സത്യതൽപരർ എന്നൊരു കൂട്ടർ ലോകത്തിലുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? സത്യതൽപരരുടെ പ്രത്യേകത എന്താ? ഒരുപാട് പ്രത്യേകത കാണും. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് മാത്രം പറഞ്ഞ് അവസാന ഭാഗത്തേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഈ ലോകത്തിൽ എല്ലാവരും എന്തിനോടെങ്കിലും താല്പര്യമുള്ളവരായിരിക്കും. ഒന്നുകിൽ ജീവിതത്തിൻ്റെ ഈ ജഡത്തിന് സുഖം കൊടുക്കാൻ, അതിനുവേണ്ടി വേദപുസ്തകത്തിൻ്റെയും ദൈവത്തിൻ്റെയും നാട്ടുനടപ്പിൻ്റെയും കുടുംബമര്യാദയുടെയും എല്ലാ അതിർവേലിക്കെട്ടുകളും തകർത്തുകൊണ്ട് മനുഷ്യത്വ രാഹിത്യമായ അപ്പനെ അനുസരിക്കാതെ, പ്രമാണമനുസരിക്കാതെ, രഹസ്യത്തിലോ പരസ്യത്തിലോ ഒക്കെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ, അവർ ചില കാര്യത്തിൽ തൽപരരാണ്. അവർ താല്പര്യപ്പെട്ട കാര്യം നടത്താൻ വേണ്ടി ആരെയും അവർ ചവിട്ടി മെതിക്കും. സത്യമാണ്. വന്ന വഴികളൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. ആരെയൊക്കെ ചവിട്ടിയാണ് ഇവിടെ വരെ എത്തിയത്? സത്യതൽപരൻ. ആ വാക്കെന്നെ ഹൃദയത്തിൽ തൊട്ടു. പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞ വാക്കാണ്. ചില ആൾക്കാർ പറയും എനിക്ക് ഒന്നിനോടും താല്പര്യമില്ല. ഒന്നിനോടും താല്പര്യമില്ലെന്ന് പറയുന്നവരെ ശ്രദ്ധിച്ചോളണം കേട്ടോ. ഒന്നുകിൽ മാനസികമായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കാണും. ബൈബിളിലൊരു വാക്യമുണ്ട്, സകലവിധ ഭക്ഷണത്തോടും അവർക്ക് വെറുപ്പ് തോന്നി. എന്ന് വെച്ചാൽ എന്ത് കൊടുത്താലും വേണ്ട, പപ്സ് കൊടുത്താലും വേണ്ട, ബർഗർ കൊടുത്താലും വേണ്ട, ബിരിയാണി കൊടുത്താലും വേണ്ട, കഞ്ഞി കൊടുത്താലും വേണ്ട, കപ്പ കൊടുത്താലും വേണ്ട, എല്ലാവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നുന്നു. അതൊരു തരം
മാനസിക ലക്ഷണമാണ്. ആത്മീകത്തിൽ നിന്ന് അകന്നതിൻ്റെയും ദൈവിക ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിൻ്റെയൊക്കെ ലക്ഷണമാണ്. ഒന്നിനോടും താല്പര്യമില്ലാതെ, ഒരുവിധ ഭക്ഷണത്തോടും താല്പര്യം. ഇതൊക്കെ വലിയ ഗംഭീര പ്രസംഗ വിഷയമാണ് കേട്ടോ. എനിക്കത് പറഞ്ഞു വരുമ്പോൾ പ്രകാശനമുണ്ട്. പക്ഷേ ഈ സമയത്ത് അതൊന്നും ഉപയോഗിക്കുന്നത് സമയപരിമിതിക്കുള്ളിൽ പറ്റിയല്ലോ. എവിടെയെങ്കിലുമൊക്കെ ദൈവം അതിൻ്റെ പ്രകാശനം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വാക്കുകൾ ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് ബോധിപ്പിക്കുന്നത് നന്നായിരിക്കും. സകലവിധ ഭക്ഷണത്തോടും വെറുപ്പ് തോന്നിയവർ, എന്തുകൊണ്ട് അവർക്കങ്ങനെ തോന്നി? പ്രാർത്ഥിക്കുക, ദൈവം ഉത്തരം പറയും. ഞാനിവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കട്ടെ. സത്യതാൽപരരുടെ പ്രത്യേകത, അവർ എൻ്റെ വാക്ക് കേൾക്കും. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വാസ്തവത്തിൽ സന്ദേശത്തിൻ്റെ ആഴം കിടക്കുന്നത്. പക്ഷേ ഇവിടെ ചുരുക്കാൻ നിർബന്ധിതനാകുന്നു. ദൈവപുത്രനായി ക്രിസ്തുവിൻ്റെ വാക്ക് കേട്ടാൽ എന്ത് പ്രയോജനം? അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യാനിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായിട്ടോ ജനിച്ചാൽ പോരാ. ഈശ്വരഭക്തി ഉണ്ടായതും പോണം. അതിനൊരു സത്യതാൽപര്യത വേണം. സത്യതാൽപര്യത നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതിനാണ് ഈ സുവിശേഷം പറയുന്നത്. ദൈവദാസന്മാർ അടുക്ക വരെ നിങ്ങളെ സത്യത്തിൻ്റെ താല്പര്യമുള്ളവരാക്കി മാറ്റുക. വചനം കേൾക്കാൻ പറയുന്നത്, പ്രാർത്ഥനയ്ക്ക് വരാൻ പറയുന്നത്. ഇവിടെ വരുമ്പോൾ എന്ത് ഗുണമുണ്ടാകുന്നറിയാമോ? ആരെങ്കിലും കണ്ണി പൊടിയിട്ട് നിങ്ങളെ ഇതിൽ ചേർക്കുമെന്നുള്ളതല്ല, സത്യതാൽപര്യതയുണ്ടാവും. ഒരു സഭായത്തിൽ പങ്കെടുക്കുമ്പോൾ, ചിലർ വചനം കേൾക്കുമ്പോൾ, ഒരു നല്ല മനുഷ്യൻ നിങ്ങളെ ഉപദേശിക്കുമ്പോൾ സത്യതാൽപര്യം വരും. സത്യതാൽപര്യം വന്നാൽ യേശുവിൻ്റെ വാക്ക് കേൾക്കുക. ഇതൊക്കെ ഒരു ഭയങ്കര ഒരു നെറ്റ്വർക്ക് പോലെ നമ്മളറിയാതെ നടക്കുന്ന ഒരു സംഭവമാണ്. യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ താല്പര്യം കാണിക്കും. യേശുവിൻ്റെ വാക്ക് കേട്ടാലോ? പത്രോസിനോട് മാത്രം ചോദിക്കുക. ആ ശൂന്യമായ പടകിൽ വെച്ച്, കർത്താവേ, അങ്ങയുടെ വാക്കിൽ ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞില്ലേ? യേശുവിൻ്റെ വാക്ക് കേട്ടാൽ പിന്നെ ജീവിതത്തിന് മാറ്റമായിരിക്കും കേട്ടോ. ഈ വാക്ക് ഞാൻ പറയുന്നത് കൊണ്ടോ നിങ്ങൾക്ക് നന്മയുണ്ടാകും എന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ നിർബന്ധിച്ച് വലിച്ചിറക്കുന്നത് കൊണ്ടല്ല. സത്യതൽപരനായി യേശുവിൻ്റെ വാക്ക് കേട്ടാൽ ജീവിതം മാറും, കഥ മാറും. പത്രോസിൻ്റെ പടകിൽ നിന്ന് കുറച്ചു നേരം യേശു ജനത്തെ ഉപദേശിച്ചപ്പോൾ വന്നവരൊക്കെ ആശ്ചര്യപ്പെട്ടു. യേശുവിനെ തുറച്ചു നോക്കി. പത്രോസിന് മാത്രം സത്യതാൽപര്യതയുണ്ടായി. അതുകൊണ്ട് യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ തുടങ്ങി. ആദ്യം യേശു പറഞ്ഞു, വല എറിയടാന്ന് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കടാന്ന് പറഞ്ഞു, വഞ്ചി ഇച്ചിരി നീക്കടാന്ന് പറഞ്ഞു. ഇതൊക്കെ ചെയ്തപ്പോൾ ഇതനുസരിക്കണമെങ്കിൽ, മുട്ടായുക്തി പറഞ്ഞ് നിൽക്കാതിരിക്കണമെങ്കിൽ സത്യതൽപരനായിരിക്കണം. അത് കഴിഞ്ഞ് യേശു പറഞ്ഞു, വല താഴെ ഇടടാ, പടക് മാറ്റിയിടടാ, എൻ്റെ പിന്നാലെ വാടാ. ആ വാക്കും കേട്ടു. പൊട്ടനായതുകൊണ്ടാണോ? ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയാൻ അറിയാത്തവനായതുകൊണ്ടാണോ? അല്ല, സത്യതൽപരൻ യേശു പറയുന്നത് കേൾക്കും. യേശു പറയുന്നത് കേട്ടാൽ എവിടെ എത്തുമെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ഞാൻ പൂർണ്ണ തൃപ്തിയോടൊന്നും അല്ല പറഞ്ഞു നിർത്തുന്നത്. കാരണം ഇത് ഭയങ്കര പ്രകാശനം എൻ്റെ അകത്ത് തരുന്നു. എവിടെയെങ്കിലും അധിക സമയമെടുത്ത് പറയാൻ അവസരം തരട്ടെ. ഇപ്പം ഞാൻ ചുരുക്കട്ടെ. നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുന്നു. സത്യതൽപരനാകാതെ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് ഒരു അടിക്കുറിപ്പോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ലോകത്തിൽ എൻ്റെ കർത്താവിൻ്റെ അടുക്ക വന്ന് രക്ഷപ്പെട്ടവർ സത്യതൽപരരാ. ഓടി വന്ന് കാര്യം നടത്തിപ്പോയവരുണ്ട്. പക്ഷെ സത്യതൽപരരെല്ലാം അങ്ങയുടെ പക്ഷത്ത് നിന്നു, അങ്ങയുടെ കൂടെ നടന്നു. അവരങ്ങ് വരുമ്പോൾ പോകാനുള്ളവരാ. എൻ്റെ കർത്താവേ, ഇത് കേൾക്കുന്ന ഒരുപാട് പേര് സത്യതൽപരരാകട്ടെ. ദൈവം അത് ചെയ്യണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.